കാശിനാഥൻ ജയിലിന്റെ വെളിയിലേക്കിറങ്ങി. 5 വർഷത്തിന് ശേഷം പഴയ ലോകത്തേക്ക് അവൻ കാലെടുത്ത് വെച്ചു. തന്റെ മുമ്പിൽ അടഞ്ഞ ജയിലിന്റെ വാതിൽ കണ്ടപ്പോൾ അവന് വേദന തോന്നി. അതിനുള്ളിൽ തന്നെ സ്നേഹിക്കുന്നവർ വിട്ടുപോകുന്നതോർത്ത് അവൻ റോഡ് സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. ന്യൂ ഇയർ ആയതുകൊണ്ട് റോഡിലൂടെ നിറയെ തന്റെ പ്രായമുള്ള ചെറുപ്പക്കാർ ആർത്തു വിളിച്ച് ബുള്ളറ്റിൽ പോകുന്നുണ്ട്. ഒരു നിമിഷം കാശി അതെല്ലാം നോക്കി നിന്നു. സുഹൃത്തുക്കളോടൊപ്പം പണ്ട് ബുള്ളറ്റിൽ ന്യൂ ഇയറിന് പാതിരാവോളം ചുറ്റിക്കറങ്ങിയത് അവൻ ഓർമ്മ വന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കൊക്കെയുണ്ട്. അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കുറേ നേരം ഇരുന്നപ്പോൾ ബസ് വരുന്ന കണ്ട് കൈ കാണിച്ച് അവൻ ബസ്സിൽ കയറി. ബസ്സിൽ തിരക്ക് കൂടുതലായിരുന്നു. ബസ്സിൽ നിൽക്കുന്ന കാശിയെ ഒരാൾ തോണ്ടി വിളിച്ചു. ഇവിടെ ഇരുന്നോളൂ. ആ വ്യക്തി അയാൾക്കരികിൽ ഒഴിഞ്ഞ വിൻഡോ സീറ്റിൻ്റെ അടുത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. കാശി അയാൾക്കൊപ്പം പോയിരുന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്തെത്തിയെങ്കിലും പഴയ ലോകത്തോട് ഇണങ്ങാൻ അവന് കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ട് തോന്നി. അടുത്തിരിക്കുന്ന വ്യക്തി വളരെയധികം സംസാരിച്ച് ഓരോന്നും പറഞ്ഞിരിക്കുമ്പോൾ അവനും അയാളോട് പുഞ്ചിരി വരുത്തുന്ന രീതിയിൽ മറുപടി നൽകി. അല്ല, എന്താണ് പേര്? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കാശിനാഥൻ. എന്താണ് ചെയ്യുന്നത്? എവിടെ പോയി വരിക? സെൻട്രൽ ജയിലായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ അകലം പാലിച്ചിരുന്ന് അവൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് തൊട്ടപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു. അടുത്തുള്ളവരോട് അടക്കം പറഞ്ഞ് തന്നെ ഭയത്തോടെ നോക്കുന്ന കണ്ട് കാശിക്ക് വേദന തോന്നി. അവൻ കണ്ണുകൾ അടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ബസ് ഇറങ്ങി അവൻ റോഡ് ക്രോസ് ചെയ്ത് നേരെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് കയറി. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിലേക്ക് അവൻ നടന്നു. ക്ഷേത്രത്തിന്റെ ആൽമരത്തിന്റെ ചുവട്ടിൽ അവൻ ഇരുന്നു. ഇരുട്ടിയതുകൊണ്ട് നിലാവ് അവിടം പരന്നു കിടന്നിരുന്നു. മൈതാനത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണ്. കാശി എല്ലാം നോക്കിയിരുന്നു. അവൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നോക്കിയിരുന്നു. തുടങ്ങണം ഒരു പുതിയ ജീവിതം. ഞാൻ തിരിച്ചു പോകണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഭീരുവായതുകൊണ്ടല്ല പോവാൻ മടിക്കുന്നത്. ആർക്കും ഒരു ശല്യമാവേണ്ടത് കരുതി. ആർക്കും ഒരു ശല്യമാവാതെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാണ് തോന്നുന്നത്. പക്ഷേ മുന്നിൽ ഞാൻ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങൾ മിന്നിമറിയുമ്പോൾ എനിക്ക് അങ്ങോട്ട് തന്നെ പോകാൻ തോന്നുന്നു. പോവണം, വരുന്ന വരട്ടെ. അവൻ ആൽത്തറയിൽ നിന്ന് എഴുന്നേറ്റിറങ്ങി നടന്നു. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള ബസ് പോയിരുന്നു. അവൻ കുറച്ചു നേരം കൂടി അവിടെ നിന്നു. അടുത്തേക്ക് വരുന്നൊരു ബുള്ളറ്റിന് അവൻ കൈ കാണിച്ചു. ബുള്ളറ്റ് നിർത്തിയപ്പോൾ അവൻ അയാളുടെ പുറകിൽ കയറി. മച്ചാനെ, നമുക്കിതെല്ലാം കഴിച്ചിട്ട് പോയാലോ? കുറച്ചു ദൂരം പോയപ്പോൾ അയാൾ ബുള്ളറ്റ് നിർത്തി റോഡിന്റെ അരികിൽ കണ്ട തട്ടുകട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. അവർ തട്ടുകടയുടെ അടുത്തേക്ക് പോയി. അവിടെ കണ്ട ടേബിളിന്റെ അരികിൽ കണ്ട സ്റ്റൂളുകളിൽ പോയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ രണ്ടാളും പരസ്പരം പരിചയപ്പെട്ടു. കൈ കഴുകി അവർ തിരിച്ച് അവിടെ തന്നെ പോയിരുന്നു. മച്ചാനെ, അപ്പോൾ വീട്ടിലേക്ക് പോവല്ലേ? പോവണം. ചെന്നിട്ട് ആ പണി തന്നവനിട്ട് ആദ്യം 2 പൊട്ടിക്ക് മച്ചാനെ. അയാൾ അരിശത്തോടെ പറയുന്ന കേട്ട് കാശി സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ച് സിഗരറ്റ് ലാമ്പ് കൊണ്ട് കത്തിച്ചു. അവനോടുള്ള തള്ളി ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് മച്ചാനെ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പെട്ടെന്ന് പക തീർത്താൽ ശരിയാവില്ല. ഞാനൊന്ന് എൻ്റെ വീട്ടിൽ കുറച്ചു കാലം നിൽക്കട്ടെ. എന്നിട്ട് അവനെ മെല്ലെ മെല്ലെ ദ്രോഹിച്ച് ലാസ്റ്റ് പണിയെടുക്കാം. ആരാണ് മച്ചാ ആ ദ്രോഹി? സിദ്ധാർത്ഥ റാം ഗോവിന്ദൻ. മുകളിലേക്ക് നോക്കി സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് കലിയോടെ കാശിനാഥൻ പറഞ്ഞുകൊണ്ട് ടേബിളിൽ കൈകൊണ്ട് ശക്തിയെ അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ ബുള്ളറ്റുകൾ ആ തട്ടുകടയുടെ മുന്നിൽ ബഹളം വെച്ച് വന്ന് നിന്നു. കാശി തല ഉയർത്തി അവരെ നോക്കി. ബുള്ളറ്റിൽ വന്നിറങ്ങിയവർ കാശിനാഥൻ ഇരിക്കുന്നതിനടുത്തുള്ള ടേബിളിനടുത്ത് വന്നിരുന്നു. ടേബിളിന് മുകളിൽ കയറിയിരുന്ന് ബഹളം വയ്ക്കുന്ന അവരോട് താഴെ ഇറങ്ങാൻ കടക്കാരൻ പറഞ്ഞെങ്കിലും അവർ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഈവന്മാരെന്താ ഈ ചെയ്യുന്നത്? കാശിയുടെ ഒപ്പം ഉണ്ടായിരുന്നയാൾ രോഷത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കാശി അയാളുടെ കൈ തടഞ്ഞു. വേണ്ട, അതെന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മച്ചാനെയോ? മച്ചാൻ അവരെ അറിയോ? എല്ലാവരെയും ഇല്ല, ഒരുത്തനെ. സിദ്ധുവിൻ്റെ അനിയനാണ് അതിലൊരുത്തൻ, സഞ്ജയ് റാം ഗോവിന്ദൻ. എന്നാ പോയി അടിക്കും മച്ചാനെ. അതിന് അവരെ എന്നെയൊന്നും പറഞ്ഞില്ലല്ലോ സഹോ. പിന്നെ എന്തിനാ ഞാൻ അടിക്കാൻ ചെല്ലുന്നത്? മച്ചാനെ നോക്കി അവന്മാർ കളിയാക്കി പാടുന്നു. എത്ര നേരം പാടുന്നു നോക്കാം. കാശി സിഗരറ്റ് ചുണ്ടോട് ചേർത്തു. മച്ചാനെ, ഒരു കോള് വരുന്നുണ്ട്, ഇപ്പോൾ വരാം. അയാൾ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഡാ, നിനക്കൊരു ശ്രീലക്ഷ്മി അറിയില്ലേ? ഏത് ശ്രീലക്ഷ്മി? എടാ, നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ BCom പെങ്കൊച്ചില്ലേ? ഓ, ആ ശാലീന സുന്ദരിയോ? അവളെ കാണാൻ എന്തോ ഒരഴകാണ്. അവളെ ഞാൻ ഇന്നലെ നിന്ന് ഹഗ് ചെയ്യാൻ നോക്കിയപ്പോൾ അവളെൻ്റെ മുഖത്തോട്ടടിച്ചു. ഇനി അവളെ ഞാൻ കോളേജ് ഗ്രൗണ്ടിലിട്ട് പീഡിപ്പിക്കും. മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് കാശിനാഥൻ പാഞ്ഞെന്ന് സഞ്ജുവിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കാശിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ശബ്ദം കേട്ട് തിരിഞ്ഞതും പൊടിവാറി അടിയാണ് മുമ്പിൽ കണ്ടത്.
കാശിനാഥൻ അലറിക്കൊണ്ട് സഞ്ജുവിനെ എടുത്തെറിയുകയാണ്. സഞ്ജുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം ബുള്ളറ്റിൽ കയറി രക്ഷപ്പെട്ടു. ഓടിപ്പോകുന്ന സഞ്ജുവിൻ്റെ മേലേക്ക് കാശി സ്റ്റൂൾ എടുത്തെറിഞ്ഞു. പേടിയോടെ സഞ്ജു ബുള്ളറ്റിൽ ഓടിപ്പോയി കയറി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പറപ്പിച്ചു. മച്ചാ! അവൻ പോകുന്ന കലിയോടെ നോക്കി നിൽക്കുന്ന കാശിയുടെ കയ്യിലേക്ക് അയാൾ ബുള്ളറ്റിന്റെ കീഴിട്ട് കൊടുത്തു. പോയി അടിച്ചിട്ടവനെ, വണ്ടി അവിടെ വന്ന് എടുത്തോളാം. അയാളോട് കൈവീശി കാണിച്ച് കാശി സഞ്ജുവിന്റെ ബുള്ളറ്റിന് പിന്നാലെ കുതിക്കാൻ തുടങ്ങി. സഞ്ജു അവൻ വരില്ലെന്ന് കരുതി ബുള്ളറ്റിന്റെ സ്പീഡ് പകുതി എത്തിയപ്പോൾ കുറച്ചു. പുറകിൽ നിന്നും കാശിനാഥൻ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടുവരുമ്പോൾ അലർന്ന് കേട്ട് സഞ്ജു സർവ്വശക്തിയുമെടുത്ത് വണ്ടി സ്പീഡിൽ ഓടിച്ചു. കാശി പുറകെയും. സഞ്ജുവിന് ഭയം ഇരട്ടിച്ചു. പുറകിൽ ബുള്ളറ്റിൽ വരുന്ന അവന്റെ അലർച്ച കേട്ട് കാശിനാഥൻ ബുള്ളറ്റിന് സ്പീഡ് കൂട്ടി. അവന്റെ ഒപ്പം എത്തി. അവന്റെ ബുള്ളറ്റിന് മേലെ കാഞ്ഞു ചവിട്ടി. സഞ്ജു ബുള്ളറ്റിൽ നിന്ന് തെറിച്ചു വീണു. കാശി വണ്ടി സ്റ്റാൻഡിലിട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് ഒരു വലിയ വീട്ടിലേക്ക് ഓടി. ആ വീട് കണ്ടതും പകയോടെ അവൻ സഞ്ജുവിന്റെ പുറകെ ഓടി. അവന്റെ പുറത്തേക്ക് ചവിട്ടി നിലത്തേക്ക് വീണ സഞ്ജുവിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവന്റെ മൂക്കിനിട്ടുകൊണ്ട് ഇടിക്കാൻ തുടങ്ങി. കാശിയെ തള്ളിമാറ്റി വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി ഓടുമ്പോൾ കാശിനാഥൻ അവന്റെ കൈ പിടിച്ച് തിരിച്ചു. നീ ഇനി എന്റെ സ്ത്രീയുടെ മേൽ കൈവെക്കുമോടാ? പറയടാ! അയ്യോ ഇല്ല, എന്നെ വിട്, എന്റെ കൈ വേദനിക്കുന്നു. ആരെങ്കിലും ഒന്ന് വായോ, ഈ ഭ്രാന്തൻ എന്നെ കൊല്ലുന്നേ. അച്ഛാ, അമ്മേ, ഏട്ടാ! അവൻ ഉറക്കെ അലറിക്കൂവി. ഭ്രാന്തൻ നിന്റെ ചേട്ടനില്ലേ, സിദ്ധാർത്ഥൻ? അവനാണ് മുഴുത്ത വട്ടൻ, ഇടിമിന്നൽ സൈക്കോ. അയ്യോ കാശി, വിടു മോനെ അവനെ. അകത്തുനിന്ന് ആദ്യയോടെ ഭാസ്കർ ബലറാം പാഞ്ഞു വന്നു. ഭാസ്കർ അവനെ പിടിച്ചു മാറ്റിയതും സഞ്ജു അകത്തേക്ക് ഓടിപ്പോയി. വീട് ബാസപ്പ എന്നെ, അവനെ ഞാനിന്ന് കൊല്ലും. അവനെന്റെ സ്ത്രീയെ പറഞ്ഞ കേട്ടില്ലല്ലോ, പീഡിപ്പിക്കുമെന്ന്. അതിനു മുമ്പ് അവന്റെ കൈ ഞാൻ ഓടിക്കും. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് ഓടി. അമ്മേ, ആ കാലനാഥൻ എന്നെ അടിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന അവനെ കലിയോടെ തന്നെ അവർ നോക്കി. അവനോടുള്ള വെറുപ്പും ദേഷ്യവും അവരിൽ നിറഞ്ഞിരുന്നു. തൊട്ടു പോരുതെന്റെ മോനെ! അവരുടെ സ്വരം അവിടമാകെ ഉയർന്നു. നിങ്ങളുടെ ഈ വിരട്ടലൊക്കെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് എടുത്താൽ മതി. നിങ്ങളൊരു സ്ത്രീയായി പോയി. എന്റെ അടുത്ത് വെല്ലുവിളിക്കാൻ വന്നപ്പോഴൊക്കെ അറിയാലോ, നിങ്ങൾ പറഞ്ഞതിനൊക്കെ മക്കൾ അടികൊള്ളേണ്ടി വന്നിട്ടില്ലേ? ഇല്ലേന്ന്! അവന്റെ ഘോരമായ ശബ്ദം കേട്ട് അവരൊന്ന് വിറച്ചു. ഇങ്ങോട്ട് വാടാ! അവരുടെ പുറകെ നിൽക്കുന്ന സഞ്ജുവിന്റെ കൈ വലിച്ച് കാശി തിരിച്ചു. സഞ്ജു അലറി. എന്റെ കുഞ്ഞിന് വിടടാ! മോനെ കാശി, അവനെ വിട്. കൃഷ്ണഗോവിന്ദൻ വന്ന് കാശിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതിനിടയിൽ സഞ്ജു വേഗം ഗോവണിയിൽ കയറി ഓടി. എന്നെ വിടു മാമേ! അയാളിൽ നിന്ന് കുതിരി കാശി ഗോവണികൾ ലക്ഷ്യമാക്കി ഓടി. ഗോവണികൾ കയറി കാശിനാഥൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ സഞ്ജു അവന്റെ റൂം തുറന്ന് പുറത്തേക്കെത്തി നോക്കിയായിരുന്നു. അലറിക്കൊണ്ട് കാശിനാഥൻ ആ റൂമിനെ ലക്ഷ്യമാക്കി ചെന്നതും അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ റാം ഗോവിന്ദ് പുറത്തേക്ക് വന്നു. കാശി നിലത്തേക്ക് തെറിച്ചു വീണു. തിളച്ചുയരുന്ന കോപത്തോടെ കാശിനാഥൻ സിംഹത്തെ പോലെ സടകുടഞ്ഞ് എഴുന്നേറ്റു. കാശിനാഥൻ അവനെ അടിക്കാൻ ചെന്നതും സിദ്ധു വീണ്ടും അവനെ ചവിട്ടാൻ നിന്നതും കാശി അവന്റെ കാല് വലിച്ചു മടക്കി മുട്ടുകാൽ കൊണ്ട് അവന്റെ വയറ്റിലേക്ക് ശക്തിയായി ഇടിച്ചു. അവന്റെ അലർച്ച മുകളിൽ നിന്ന് കേട്ടതും അരുന്ധതി നെഞ്ചിൽ കൈവച്ച് നിന്നു. നിങ്ങൾ എന്തോ നോക്കി നിൽക്കണം മനുഷ്യ! എടോ, നമ്മുടെ സഞ്ജുവിനെയാണ് തല്ലുന്ന്. കുന്തം വിഴുകിയ പോലെ നിൽക്കാതെ അവനെ പോയി പിടിച്ചു മാറ്റിക്കോ. ഇല്ലെങ്കിൽ എന്റെ മോൻ സിദ്ധുവിന്റെ കൈ കൊണ്ട് അവൻ ചാവും. എന്നിട്ട് നിന്റെ മോൻ സിദ്ധുവിന്റെ അലറലാണല്ലോ അവിടുന്ന് കേൾക്കുന്നത്. അയാൾ ഒരു കൂസലമില്ലാതെ പറയുന്ന കേട്ട് ഭാസ്കർ പൊട്ടിച്ചിരിച്ചു. ബാസി, നീ അവനെ പിടിച്ചു മാറ്റണോ അതോ അനന്തനെ ഞാൻ വിളിക്കണോ? ഓ, ഏടത്തി വിളിക്ക്. എന്നിട്ട് അവനും കൂടി 2 പൊട്ടുന്ന ഞങ്ങൾക്ക് കാണണം. ഭാസ്കറിന്റെ മറുപടി കേട്ട് അരുന്ധതി കോപം കൊണ്ട് വിറച്ചു. അവർ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് അവരുടെ മൂത്ത മകൻ അനന്തന് ഫോൺ ചെയ്തു. അനന്ത, നീ വേഗം ഇങ്ങോട്ട് വന്നേ, അവനിവിടെ എത്തിയിട്ടുണ്ട്. ആ കലാനാഥൻ. മുകളിൽ പലതും മടിയുടെ ഇടയിൽ നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അനന്തനും ഗോവിന്ദന്റെ സഹോദരി ഭർത്താവ് ദാമോദരനും അവരുടെ മകൻ അജയ് റാം ഘോഷും വേഗത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് വന്നു. അജയ് കാശിനാഥന്റെ ഉറ്റ സുഹൃത്താണ്. മുകളിലേക്കുള്ള ഗോവണിൽ നിന്ന് കാശിനാഥനും സിദ്ധാർത്ഥും പരസ്പരം കഴുത്തിന് പിടിച്ച് ഉരുണ്ടുകൊണ്ട് വീണാണ് വരുന്നത്. നിലത്ത് വന്ന് കിടന്ന് അവർ പരസ്പരം അടിക്കാൻ തുടങ്ങി. മോനെ, ഒന്ന് പിടിച്ചു മാറ്റാ തെമ്മാടിയെ! അരുന്ധതി കോപത്തോടെ അനന്തനോട് പറഞ്ഞു. ചുമരിൽ ചാരി നിർത്തിയ സിദ്ധുവിന്റെ കഴുത്തിലിരിക്കുന്ന കാശിനാഥനെ അനന്തൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും സിദ്ധുവിനെ വിടാതെ കാശി അനന്തനെ നെഞ്ചിരിട്ട് വലതുകാൽ കൊണ്ട് തൊഴിച്ചു. അവൻ നേരെ പോയി ഭാസ്കരനെയും ഗോവിന്ദനെയും കാൽ കീഴിൽ പോയി വീണു. കിട്ടിയല്ലോ, ഇനിയും തല്ലുകൊണ്ട് വീണെങ്കിൽ അവിടെ പോയിരിക്ക്. ഭാസ്കർ അവനോട് പറഞ്ഞതും അനന്തൻ അലറിക്കൊണ്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് ഓടി. 2 ആളോടും അവൻ അടി തുടങ്ങി. സഞ്ജു അമ്മയുടെ പുറകിൽ നിൽക്കുന്ന കണ്ട് അവനെ കാശി അടുത്തേക്ക് പിടിച്ചു വലിച്ചു.
എന്റെ മോനെ വിടട, അവന് കുഞ്ഞല്ലേ, എന്റെ മോനെ വിടറ കാളിനാഥ. അരിശത്തോടെ അരുന്ധതി കാശിയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞോ? ഇവനോ? കുഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് വെച്ച് ഇവനൊക്കെ എന്ത് തെമ്മാടിത്തരവും കാണിക്കാനാണോ എന്റെ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിക്കാൻ? ഇവൻ ആരാ? കാശിയുടെ ശബ്ദം അവിടമാകെ തീച്ചുള പോലെ ഉയർന്നു. കാശി വന്നേ, മതി, വീട്ടിലേക്ക് പോവാം. അജയും ഭാസ്കറും ഗോവിന്ദനും അവനെ വന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് വലിച്ച് അകത്തി മാറ്റി. എന്നെ വിടുമാമേ, കൊല്ലും ഞാൻ ഇവന്മാരെല്ലാറ്റിനെയും. എന്ത് തെറ്റാണ് ഞാൻ ഇവന്മാരോടൊക്കെ ചെയ്ത്? എന്റെ ജീവിതം നാശമാക്കിയും പോരാഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്നവരെ കൂടി ഉപദ്രവിക്കാൻ നടക്കുന്നത്. എന്റെ സ്വപ്നങ്ങൾ, എന്റെ ജീവിതം എല്ലാം ഇവരൊക്കെ കൂടി തുളച്ചില്ലേ, കൊലപാതകയാക്കിയില്ലെന്നേ. തേച്ചാലും മായ്ച്ചാലും പോകുവോ ആ പേര്? എനിക്കിനി മടക്കി തരാൻ കഴിയോ എന്റെ ജീവിതത്തെ? ഒഴിഞ്ഞു മാറിപ്പോകുമ്പോ എന്റെ തലയിൽ വന്ന് കൊട്ടാൻ തുടങ്ങിയ കൈകെട്ടി നോക്കി നിൽക്കാൻ എനിക്കറിയില്ല. അതിന് ഞാൻ കാശിനാഥനല്ലായിരിക്കണം. എന്റെ നാശം കൊതിച്ച നീചന്മാരാണ്. അടങ്ങിലടാ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ കാശിനാഥൻ നിന്റെ മുമ്പിലൊക്കെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കും. തോൽക്കാൻ എനിക്ക് മനസ്സിലടാ. മക്കളെ വളർത്താൻ മാത്രം പഠിച്ചാ പോരാ അരുന്ധതിയമ്മേ, വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം. കാശി അവരോട് ദേഷ്യത്തോട് പറഞ്ഞു. ഓ, അതുകൊണ്ടാവും നാട്ടുകാർ മുഴുവൻ നിന്നെ തെമ്മാടിയെന്നും വളർത്തിയ സ്വഭാവ ഗുണം കൊണ്ട് നീ കൊലപാതകയായി സെൻട്രൽ ജയിലിൽ പോയി കിടന്നതും. അവരുടെ മറുപടി കേട്ട് കാശിനാഥൻ കുതിരിപ്പാഞ്ഞു വന്ന് സഞ്ജുവിന്റെ കഴുത്തിന് പിടിച്ചു. ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നവനാണോ? മുന്നിൽ രണ്ടാള് തല്ലാൻ വന്ന തിരിച്ച് തല്ലുന്നവനാണോ ആള്? പറ നിങ്ങള്. അരുന്ധതി അമ്മ ഒന്നും മിണ്ടാൻ കഴിയാതെ മുഖം തിരിച്ചു. മോനിങ് വന്നേ, എന്റെ സ്ത്രീയുടെ മുമ്പിൽ മുട്ടൂത്തി നിന്നെ കൊണ്ട് മാപ്പ് ഉറപ്പിച്ചിട്ട് നിന്നെ ഞാൻ വിടൂ. കാശിനാഥൻ അവനെയും വലിച്ചു പോവാൻ നോക്കിയതും അനന്തനും സിദ്ധാർത്ഥും അവന്റെ മുമ്പിലേക്ക് കയറി നിന്ന് കൈകൊണ്ട് തടഞ്ഞു. വഴിയിന്ന് മാറടാ. സഞ്ജുവിനെ വലിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും കാശിനാഥൻ അവനെ പൊക്കിയെടുത്ത് തോളിലിട്ടു. അനന്തനും സിദ്ധാർത്ഥനും ബാക്കിയുള്ളവരും അവന് പുറകെ ചെന്നു. അവനെ താഴെ ഇറക്കാൻ അനന്തൻ അവനോട് ഉറക്കെ പറഞ്ഞു. കാശിനാഥൻ അവനെ മുറുക്കെ പിടിച്ചിരുന്നു. അമ്മ, ഈ പ്രാന്തന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്ക്. ആ വീടിന്റെ ഗേറ്റ് കടന്ന് കാശിനാഥൻ എതിർവശത്തുള്ള വീട്ടിലേക്ക് നടന്നു. വീടിന് മുമ്പിലെ വലിയ ഗേറ്റ് അവൻ തള്ളി തുറന്നു. തോളിൽ കിടക്കുന്നവനെ നിലത്തേക്ക് അലറിക്കൊണ്ട് എറിഞ്ഞു. അയ്യോ, എന്റെ മോൻ! അരുന്ധതി അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി. സിദ്ധുവും അനന്തനും കാശിയെ ചുറ്റിപ്പിടിക്കാൻ പിന്നിൽ നിന്ന് ഓടി വന്നു. ഏയ്, എന്റെ മേൽ തൊട്ടാൽ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ ആയിരിക്കും ഇവിടെ അടി നടക്കുന്നത്. അതിന് പറ്റുമെങ്കിൽ മാത്രം രണ്ടിനും മുന്നോട്ട് വരാം. അത്രയും പറഞ്ഞ് കാശിനാഥൻ തിരിഞ്ഞെന്ന് തന്റെ വീട്ടിലേക്ക് നോക്കി. നാഥേശ്വരൻ തറവാട്ടിലേക്ക്. കാറ്റിന്റെ താളം ഗതിയില്ലാത്ത പോലെ അവിടമാകെ ഒഴുകി. പൊടിപാറിയ മണ്ണിലേക്ക് അവൻ മുണ്ടും മടക്കി കുത്തി വലതുകൾ വെച്ച് വീട്ടിലേക്ക് നോക്കി. 5 വർഷത്തിന് ശേഷം കാശിനാഥൻ അവന്റെ സാമ്രാജ്യത്തിലേക്ക് ചൂടെടുത്തു വെച്ചു. അവന്റെ സാന്നിധ്യം അറിഞ്ഞ പോലെ ഗജേന്ദ്രൻ തുമ്പിക്കൈ ഉയർത്തി ഉറക്കെ ചിഹ്നം വിളിച്ചു. ഡോഗ് ഹൗസിൽ കിടക്കുന്ന അവന്റെ നായ്ക്കൾ സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ കാശി വരവറിയിച്ചു ഗോവിന്ദേട്ടാ. ഭാസ്കർ അഹങ്കാരത്തോട് ഗോവിന്ദനോട് പറഞ്ഞു. അവൻ അല്ലെങ്കിൽ നമ്മുടെ സിംഗക്കുട്ടി അല്ലടാ. കാശിനാഥനെ നോക്കി ഗോവിന്ദൻ ബാസയെ ചേർത്തുകൊണ്ട് പറഞ്ഞു. പാഞ്ഞു വന്ന് അവൻ സഞ്ജുവിന്റെ കൈകൾ പിടിച്ചു വലിച്ചു. ശ്രീലക്ഷ്മി! അവൻ തുറന്നിട്ട വലിയ വാതിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അകത്തുനിന്ന് വിളികേട്ട് പട്ടുപാടയിട്ടൊരു പെൺകുട്ടി വാതിലിന് മുമ്പിലേക്ക് ഓടി വന്നു. ഏട്ടൻ! 5 വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഏട്ടാ! അവൾ ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരാൻ തുടങ്ങി. ശ്രീമോളെ, എന്ന് കണ്ടതാ ഏട്ടാ, എന്താ ഞങ്ങളെയൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അമ്മയും കുരങ്ങന്മാരും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എത്ര വിഷമിച്ചെന്നറിയോ? അപ്പോഴേക്കും കാശിയുടെ പുറത്തേക്ക് അനന്തൻ വന്ന് ചവിട്ടി. അയ്യോ ഏട്ടാ! കാശി അനന്തനെ ശക്തിയായി തള്ളി മാറ്റി. സിറ്റ് ഔട്ടിന്റെ പടികളിലൂടെ അവൻ താഴേക്ക് പോയി വീണു. പറയടാ, എന്റെ പെങ്ങളോട് മാപ്പ് പറയാൻ! കാശി ഓടിപ്പോവാൻ നിന്ന സഞ്ജുവിന്റെ കഴുത്തിന് വെച്ചുകൊണ്ട് പറഞ്ഞു. മാപ്പ്, മാപ്പ്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ ശ്രീലക്ഷ്മിയുടെ മുമ്പിൽ മുട്ടൂത്തിന്നുകൊണ്ട് പറഞ്ഞു. മോനെ! അകത്തിന്ന് മഹാലക്ഷ്മി മകന്റെ അടുത്തേക്ക് ഓടി വന്നു. അമ്മേ! അമ്മയുടെ അടുത്തേക്ക് പോകാൻ നിന്ന കാശിയുടെ ഷർട്ടിന്റെ കോളർ വലിച്ച് അനന്തൻ അവനെ മുറ്റത്തേക്ക് തള്ളി. മോനെ! മഹാലക്ഷ്മി മുറ്റത്തേക്ക് ഓടി വരാൻ നിന്നു. അരുന്ധതി അവരെ ചുറ്റിപ്പിടിച്ചു. അവര് തല്ലിക്കൊല്ലും നിന്റെ മോനെ. മഹാലക്ഷ്മി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏർത്തി, വീട് ചേച്ചിയ! ഭാസ്കർ രോഷത്തോടെ അവരോട് പറഞ്ഞു. അരുന്ധതി, വീടവളെ! ഗോവിന്ദൻ എത്ര പറഞ്ഞിട്ടും വേർപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവർ വിട്ടില്ല. എന്റെ അമ്മയെ വിടാൻ! മാറി നിൽക്കട്ടെ അങ്ങോട്ട്!
സ്ത്രീ അവർ തള്ളി. ഭാസ്കറും ഗോവിന്ദനും അവിടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഗജേന്ദ്രനും നായ്ക്കളും ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. മിണ്ടാതെ കിടക്കടാ, കൊല്ലു ഞാൻ എല്ലാറ്റിനെയും. അരുന്ധതി അവനെ നോക്കി ഉറക്കെ പറഞ്ഞു. അനന്തനെ കാശിനാഥൻ അടിച്ചിരുന്ന കണ്ട് സിദ്ധാർത്ഥനും കാശിയെ പിടിച്ചു മാറ്റാൻ അവരുടെ ഇടയിലേക്ക് ചെന്നു. അകത്തുനിന്ന് കാശിനാഥൻ കുരങ്ങന്മാരെ നിന്ന് കളിയോടെ വിളിക്കുന്ന അവന്റെ 3 ചേട്ടന്മാർ ശബ്ദം കേട്ട് ഇറങ്ങി വന്നു. ആദിനാഥൻ, സത്യനാഥൻ, സൂര്യനാഥൻ, കാശിയുടെ 3 ചേട്ടന്മാർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.